കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര സമർപ്പണം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സി ജ്ഞാനദാസ് ഗ്രന്ഥശാലയുടെയും വാർഷികം ആഘോഷിച്ചു. ഭക്ഷ്യദാന കിറ്റ് വിതരണം, സഹായ വിതരണം, ഓണക്കിറ്റ് വിതരണം എന്നിവയും നടത്തി. ഇടക്കുളങ്ങര സമർപ്പണം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സി ജ്ഞാനദാസ് ഗ്രന്ഥശാലയുടെയും 13ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ജാതിയുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാനവികതയും മനുഷ്യത്വവും. ഇപ്പം ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണെങ്കിലും ആ ആദർശങ്ങൾക്കൊക്കെ വേണ്ടി വാദിക്കുമ്പോഴും അതിനപ്പുറത്ത് നമ്മൾ മനുഷ്യനാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മൾ അങ്ങനെ വിഭജിച്ച് നിൽക്കേണ്ട ആളുകളല്ല എന്നൊരു തോന്നൽ എന്നിലും നിങ്ങളിലും ഉണ്ടാക്കാനും അത് പഠിപ്പിക്കാനും ഓർമ്മപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് ഈ സമർപ്പണം പോലെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയ സംഘടന ഒരു പതിറ്റാണ്ട് കൊണ്ട് 30 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു എന്ന് പറയുമ്പോൾ ആ സംഘടനയെ വിലയിരുത്താൻ അതിനപ്പുറം വർത്തമാനം ആവശ്യമില്ല. ഇന്ന് അർത്ഥമാണ്. എല്ലാവരും സമ്പന്നരല്ല. 5-6 വലിയ വീടുകൾ കാണിച്ച്, 5-6 വില കൂടിയ വാഹനങ്ങൾ കാണിച്ച്, 5-6 ആർഭാട ജീവിതം നയിക്കുന്ന ആളുകളെ കാണിച്ചുകൊണ്ട് സമൂഹം മുഴുവനും രക്ഷപ്പെട്ടു എന്ന് കരുതാൻ പാടില്ല. രാജൻ പിള്ള സമർപ്പണം അധ്യക്ഷത വഹിച്ചു. ചാരിറ്റബിൾ സൊസൈറ്റികൾ 1, 2, 3 വർഷം കഴിയുമ്പോൾ അത് അവസാനിക്കാറുണ്ട്. പ്രവർത്തനത്തിന്റെ ഭാഗമായി നിലനിൽക്കാതെ പോകുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. ഞാൻ മുമ്പ് കൂടെ ഒരു വായനശാല ഉദ്ഘാടനത്തിന് വന്നതാണ്. അന്നേരം ഈ വിലയേറിയ സംഭാവനകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിക്കുന്ന ഇതിന്റെ ഭാരവാഹികൾ, അവർ ഇതിന്റെ ഈ അരിയായാലും മറ്റ് തുണിയായാലും ഒക്കെ തന്നെ കൊടുക്കുകയും എല്ലാ മാസവും ഇത് ചെയ്യുന്നുണ്ട്. ആരോഗ്യവകുപ്പ് റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ S. അജിത ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. തൊടിയൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലക്ഷ്മി, ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ S. ജയപ്രകാശ്, മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ തൊടിയൂർ എന്നിവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, പാലിയേറ്റീവ് രോഗികൾക്ക് നൽകി വരുന്ന പ്രതിമാസ ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ 13ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം, ഓണക്കോടി വിതരണം, ഓണക്കിറ്റ് വിതരണം, വിദ്യാഭ്യാസ ധനസഹായം, ചികിത്സാ ധനസഹായം, വിധവാ ധനസഹായ വിതരണം എന്നിവയും നടത്തി. ആദരിക്കലും അനുമോദനവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.